എറണാകുളം അങ്കമാലിയിലും തൃശൂർ ഇരിങ്ങാലക്കുടയിലും ആനക്കലിയിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായി. അങ്കമാലി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് ആനയെ എത്തിച്ച ലോറി ഡ്രൈവർ വിഷ്ണുവിനെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഇടഞ്ഞ ആനയെ മയക്കുവെടി വെച്ചാണ് തളച്ചത്. വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്ത് മണിക്കൂറുകളോളം മയ്യനാട് പാർത്ഥസാരഥി എന്ന ആന പരിഭ്രാന്തി ഉയർത്തുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആന വളരെ വലുതായി നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള കാറ് മറിച്ചിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാറ് തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഈ മയ്യനാട് പുറത്ത് ആളുകളൊക്കെ ഉണ്ട്. അവർ ആനയെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച വഴുവാടി കാശിനാഥൻ എന്ന ആനയും ഇടഞ്ഞു പാപ്പാനെ ചവിട്ടിക്കൊല്ലുകയായിരുന്നു. 2ാം പാപ്പാൻ ശ്രീകുട്ടനാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. 1ാം പാപ്പാൻ അമലിന് പരിക്കേറ്റു. ആനയെ പിന്നീട് തളച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്, ഒപ്പം തൃശ്ശൂരിൽ നിന്ന് ശ്രീകുമാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം കൊച്ചിയിലേക്കാണ്. വിഷ്ണു സുരേഷ് ചേരുന്നു തത്സമയം. വിഷ്ണു, ഏറെ ഭീതി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അങ്കമാലിയിൽ 3 മണിക്കൂറോളം ഭീതി പരത്തിയ ആന അത് പിന്നീട് ഒരാളെ ചവിട്ടിക്കൊല്ലുന്നു, പിന്നീട് അവിടെയുള്ള വാഹനങ്ങൾ തകർക്കുന്നു. അങ്ങനെ ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അതിനെ തളച്ചത്. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ പെട്ടെന്ന് ആന വിരണ്ട് ഓടാനുള്ള കാരണം എന്തായിരുന്നു? പ്രജിൻ, മറ്റൊരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്, അതിനു മുൻപ് ഒന്ന് തൊഴിയിക്കാൻ എന്ന രീതിയിലാണ് പാർത്ഥസാരഥിയുമായി പാപ്പാന്മാർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയ നിമിഷങ്ങൾക്കകം തന്നെ ആന വിരണ്ടോടുകയായിരുന്നു. കാര്യമായ പ്രകോപനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവിടെ നിന്ന് ആളുകൾ പറയുന്നത്. വലിയ ജനക്കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഈ ആളപായം ഇല്ലാതിരിക്കാനുള്ള, അല്ലെങ്കിൽ വലിയ ഒരു കാഷ്വാലിറ്റിയിലേക്ക് പോകാനുള്ള സാഹചര്യം കുറച്ചു. ഈ ആന ഓടിയതിന് പിന്നാലെ അവിടെ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു. ആ ജനറേറ്ററിൻ്റെ പ്രദേശത്തായിരുന്നു ഈ ലോറി ഡ്രൈവറായ വിഷ്ണു നിന്നിരുന്നത്. അവിടെ നിന്ന് തുമ്പിക്കൈ വെച്ച് വലിച്ച് കൊണ്ടുവന്ന് നിലത്തടിക്കുകയായിരുന്നു. പിന്നീട് കൊമ്പിന് കുത്തി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. 1 മണിക്കൂറോളം വിഷ്ണുവിൻ്റെ മൃതദേഹം എടുക്കാൻ പോലും ഈ ആന മറ്റാരെയും അനുവദിച്ചിരുന്നില്ല. അതിനിടയിൽ 2ാം പാപ്പാൻ ആനയെ തളക്കുന്ന ശ്രമം നടത്തി. അതിനിടയിലാണ് 2ാം പാപ്പാനെ വലിച്ച് നിലത്തടിക്കുന്നത്. 2ാം പാപ്പാൻ്റെ നടുവിനാണ് പരിക്ക് പറ്റിയത്. പിന്നീടും ആന ഒരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം അടിച്ചു തകർത്തു. നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിലുണ്ട് എത്രത്തോളം ഭീകരമാണ് ആ ദൃശ്യങ്ങൾ എന്ന്. മാഹിൻ ജാഫറാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. അതായത് ആ ഒരു തെങ്ങിനോട് ചേർന്ന ഒരു സ്വിഫ്റ്റ് കാറ്, ആ കാറ് തകർത്ത ശേഷം അവിടെ നിന്ന് ഒരു 25 മീറ്ററോളം വലിച്ചുകൊണ്ടുപോയി അതിൻ്റെ കലി അടങ്ങുന്നത് വരെ അത് ആ വാഹനം തല്ലി തകർത്തു. ഏറ്റവും ഒടുവിൽ ഒരു 3.5 മണിക്കൂർ ശേഷം RRT സംഘം എത്തി, ഡോക്ടർ എത്തി, അതിനെ മയക്കുവെടി വെച്ചു. പിന്നാലെയാണ് അത് ശാന്ത സ്വഭാവത്തിലേക്ക് വന്നത്. ഇപ്പോൾ അതിൻ്റെ മയക്കുവെടി വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് അത് ഉള്ളത്. അതിനുശേഷം പൂർണ്ണ ആരോഗ്യവാനായ ശേഷം അവിടെ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോകാം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ RRT സംഘവും അതോടൊപ്പം വനവകുപ്പും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 3.5 മണിക്കൂർ അക്ഷരാർത്ഥത്തിൽ കിടങ്ങൂർ പ്രദേശം ഒന്നാകെ നടുങ്ങി. കാരണം അവരുടെ ആദ്യ അനുഭവമാണ്. ഇതിനു മുമ്പൊന്നും ഇത്തരത്തിലൊരു സംഭവമേ ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അതും അവരുമായി അമ്പലവുമായി ഒരു ബന്ധമില്ലാത്തൊരു ആനയാണ്. തൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ആന ഇവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ പെട്ടെന്ന് തന്നെ ആന ഓടി അത് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു. വിഷ്ണു എന്ന ലോറി ഡ്രൈവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഒപ്പം 2ാം പാപ്പാൻ പ്രദീപ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യമായാണ് ആന ഇത്തരത്തിൽ ഓടുന്നത് അല്ലെങ്കിൽ വിരണ്ടോടുന്നതെന്നാണ് അതിൻ്റെ ഉടമ കൊല്ലം സ്വദേശി വ്യക്തമാക്കുന്നത്. ഈ പ്രത്യേകിച്ച് ചൂടുകാലത്ത് ആനക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കൃത്യമായി പരിചരിച്ചില്ല എങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.